ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. എൻ്റെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് എപ്പോഴും യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കും കൂടിയായത്. നല്ല ഗ്ലോ സ്കിന്നാകും. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത്. സോ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഫേസ് പാക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഓട്സ് എടുക്കുക. ഓട്സ് എടുത്തിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചു കൊടുക്കുക. ഒത്തിരി ഫൈൻ പൗഡർ ആവണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി. സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ എടുക്കുന്ന യോഗേർട്ടാണ്. യോഗേർട്ട് ഒരു 1 to 2 സ്പൂൺ ഞാൻ എടുക്കുന്നുണ്ട്. കാരണം ഞാൻ എടുത്ത ഓട്സ് ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നത്രയും വേണ്ടിയിട്ടാണ് ഞാൻ യോഗേർട്ട് അത്ര എടുത്തേക്കുന്നത്. പിന്നെ അത് നന്നായിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് നോക്കുക. മിക്സ് ചെയ്തിട്ട് തേർഡായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഹണിയാണ്. ഹണി ജസ്റ്റ് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ഓൾറെഡി എൻ്റെ പാക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഹണിയും കൂടെ ഞാനൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് എൻ്റെ ഫേസ് പാക്ക് ഇഷ്ടം യൂസ് ചെയ്യാനായിട്ട്. ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. പിന്നെ എൻ്റെ സ്കിന്ന് കണ്ടോ എന്ത് ഡ്രൈ ആണെന്നൊക്കെ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് എന്നിട്ട് നല്ലോണം ക്ലെൻസ് ചെയ്യണം. ക്ലെൻസ് ചെയ്തിട്ട് മാത്രമേ ഏതൊരു ഫേസ് പാക്ക് നമ്മുടെ സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യാവുള്ളൂ. ഞാനപ്പോൾ എൻ്റെ ഫേസ് വാഷ് ചെയ്തു എന്നിട്ടാണ് എൻ്റെ ഫേസ് പാക്ക് ഇടുന്നത്. ഞാനൊരു ഫേസ് പാക്ക് ഇടുമ്പോൾ മെയിനായിട്ട് എൻ്റെ ഫേസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ എൻ്റെ നെക്കിലും ഞാൻ അപ്ലൈ ചെയ്യും. ഞാനൊരു 20 മിനിറ്റ്സിൽ കൂടുതൽ ഈ ഒരു ഫേസ് പാക്ക് വയ്ക്കും, കാരണം ഞാൻ ഒരു ലെയറിൽ കൂടുതലാണ് ഇടുന്നത്. ഞാനൊരു 2 ലെയേഴ്സ് ഓഫ് ഫേസ് പാക്ക് അപ്ലൈ ചെയ്യും. കാരണം ഇത് ഭയങ്കര തിക്കായതുകൊണ്ട് ഇത് ഏകദേശം ഡ്രൈ ആവാനായിട്ട് 30 to 35 മിനിറ്റ്സ് എടുക്കും. ഞാൻ എന്തെങ്കിലും പഠിക്കുന്നതിന് മുന്നെയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ഇത് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ വെക്കും. എന്നിട്ടൊരു 32 മിനിറ്റ്സ് അല്ല 35 മിനിറ്റ്സ് കഴിയുമ്പോഴായിരിക്കും ഞാനിത് വാഷ് ചെയ്യുന്നത്. എൻ്റെ ഫേസ് ഒന്ന് ഡ്രൈ ആയിപ്പം നിങ്ങൾക്ക് കാണാൻ എൻ്റെ അപ്പർ ലിപ്സിൻ്റെ അവിടെയൊക്കെ നല്ലോണം ഡ്രൈ ആയി. ഞാനിത് വാഷ് ചെയ്യുമ്പോഴത്തേനും ഞാനതും വൈപ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യും. എനിക്കിത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തപ്പോൾ ഒരു വാവ് ഫീലിംഗ് ആയിരുന്നു, കാരണം അത്രയും ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല അറിയാം ഇതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന്. ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നും. ഇത് ഞാനെപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത്രയും എനിക്കറിയാം എന്താണ് റിസൾട്ട് എന്നുള്ളത്. നല്ല നമ്മുടെ ഫ്രഷ് സ്കിന്നായിട്ട് തോന്നും. നല്ല രസമാണ്. ഇത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേനും നല്ല ഗ്ലോയിങ് സ്കിൻ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് തന്നെ എൻ്റെ വീഡിയോയിൽ കാണാൻ എന്ത് ഡ്രൈ ആയിരുന്നു ആദ്യം നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ. ഇപ്പം ആഫ്റ്റർ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഗ്ലോ അതിൻ്റെ സ്കിന്നിൽ ഭയങ്കര ഡിഫറൻസ് തോന്നും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ ഫേസിലെ ഡിഫറൻസ്. എല്ലാവരും ട്രൈ ചെയ്യുക.